സ്നേഹബഹുമാനമുള്ള എൻ്റെ കുഞ്ഞുമക്കളെ, വേദിയിലിരിക്കുന്ന നമ്മുടെ വിശിഷ്ട അതിഥികളെ, ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. ഇന്നത്തെ ദിവസം നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ ക്ഷണിതാക്കളായി എത്തിയിരിക്കുന്ന നമ്മുടെ പ്രധാന അധ്യാപകരുമായിട്ടുള്ള വ്യക്തിത്വങ്ങളെ ഈ സമയം ഒരു അധ്യക്ഷ പ്രസംഗമെന്ന് പറയുകയുണ്ടായി. എന്തൊക്കെ പറയണം എന്ന് എനിക്കൊരു ഐഡിയയുമില്ല. എന്നാലും ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. നമ്മൾ ഇന്നത്തെ ദിവസം പ്രധാനമായും നമ്മുടെ അധ്യാപകരെയെല്ലാം ക്ഷണിക്കുകയുണ്ടായി. നമ്മുടെ മുമ്പ് ഇവിടെ വർക്ക് ചെയ്ത, നമ്മളിവിടെ സേവനം അനുഷ്ഠിച്ച പ്രധാന അധ്യാപകരെയും നമ്മുടെ ഇവിടെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരെയും ക്ഷണിക്കുകയുണ്ടായി. ഇങ്ങനെ ക്ഷണിക്കാനായി ഇവരുടെ അടുക്കലേക്ക് പോയപ്പോൾ സ്കൂളിനെ കുറിച്ച് നിരവധി കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. ഈ അറിവുകൾ കേട്ട് പലപ്പോഴും എനിക്ക് തന്നെ വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഓരോ അധ്യാപകരിൽ നിന്നും ഓരോരോ അനുഭവങ്ങളാണ് കിട്ടിയത്. നമ്മുടെ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു വ്യക്തിത്വമാണ് നമ്മുടെ സുകുമാരൻ സാർ. നമ്മുടെ നാട്ടിൽ തന്നെ ജീവിച്ച ഒരു മഹാവ്യക്തിത്വത്തിന് ഉടമയാണ് നമ്മുടെ ശ്രീകുമാർ സാർ. ഏകദേശം 84 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ കടമുറയിൽ വളരെ കുറച്ച് പ്രായമായ ആളുകളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ അധ്യാപന ജീവിതത്തിലേക്ക് തുടക്കം കുറിക്കുന്നത്. അതിനുശേഷം തൻ്റെ വീടിനോട് തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു ഷെഡ് കെട്ടുകയും, അതായത് നമ്മുടെ നേഴ്സറി ഇരിക്കുന്ന ഭാഗത്താണ് ആദ്യമായിട്ട് ഒരു ചെറിയൊരു ഷെഡ് കെട്ടിയത്. ആ ഷെഡ് കെട്ടി അതിലേക്ക് നേരത്തെ പറഞ്ഞ വിദ്യാർത്ഥികളെയും, അതായത് പ്രായമായ ആൾക്കാരെയും കൊച്ചുകുട്ടികളെയും അതിൽ ഉൾപ്പെടുത്തി പഠിപ്പിക്കുമായിരുന്നു. അന്നത്തെ കാലത്ത് കുട്ടികളെ പഠിക്കാൻ സ്കൂളിലേക്ക് വരുന്നത് വളരെ വിരളമായിരുന്നു. ആർക്കും സ്കൂളിലേക്ക് എത്താൻ താല്പര്യമില്ല. എല്ലാവർക്കും പുറത്തേക്ക് പോകാനാണ്, അല്ലെങ്കിൽ പറമ്പിലേക്ക് കളിച്ചു നടക്കാനാണ് താല്പര്യം. സ്കൂളിൽ കൊണ്ടിരുത്തിയാലും കരഞ്ഞുകൊണ്ടോടും. പലർക്കും അനുഭവം ഉണ്ടാവും. പലരെയും പറമ്പിൽ നിന്നും മറ്റും കൊച്ചുകുട്ടികളെ വിളിച്ചുകൊണ്ട് വന്ന് ക്ലാസ്സിൽ ഇരുത്തിയായിരുന്നു പലപ്പോഴും പഠിപ്പിച്ചിരുന്നത്. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം ഈ കാലഘട്ടത്തിൽ കുറേയധികം അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇതൊരു വെൽഫെയർ സ്കൂളായിരുന്നു, അല്ലെങ്കിൽ വെൽഫെയറിൻ്റെ സപ്പോർട്ട് കൂടിയാണ് ഈ സ്കൂൾ നടന്നിരുന്നത്. സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടിയിരുന്നത്. ആ സമയത്ത് നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അരിയും മറ്റു സാധനങ്ങളും കിട്ടുമ്പോൾ നേറ്റിങ്കര സപ്ലൈകോയിൽ നിന്ന് കാളവണ്ടിയിൽ അരി ശേഖരിച്ച് കൊണ്ടുവരികയും നമ്മുടെ ഈ മുൻഭാഗത്ത് കൊണ്ടുവരികയും അവിടെ നിന്ന് ചുമന്നുകൊണ്ട് നമ്മുടെ സ്കൂളിലേക്ക് വരുന്നൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ സാധിച്ചു. ആ സമയത്ത് നമ്മുടെ ഇവിടെയൊക്കെ വലിയ സ്ഥല സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു ചെറിയൊരു ഇടവഴിയായിരുന്നു. ഇങ്ങോട്ട് വരാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു നമ്മുടെ സ്കൂളിനുണ്ടായിരുന്നത്. പിന്നീടാണ് ആ ഒരു ചെറിയ സ്കൂള്, ആദ്യം മാനേജ്മെൻ്റ് ആയിരുന്ന സ്കൂള് ഗവൺമെൻറ്റിലേക്ക് എടുക്കണമെങ്കിൽ ആദ്യം ഒരു 20 സെൻറ്റാണ് ഉണ്ടായിരുന്നത്. ആ 20 സെൻറ്റ് സ്ഥലം സാറിൻ്റെ സ്വന്തം സ്ഥലമായിരുന്നു നൽകിയിരുന്നത്. ആ സ്ഥലം പിന്നീട് സർക്കാരിലേക്ക് മാറാൻ വേണ്ടി അത് ഒരു 30 സെൻറ്റായിട്ട് വർദ്ധിപ്പിക്കുകയും നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന കെട്ടിടം ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ഓടിട്ട കെട്ടിടം വരികയും ചെയ്തു. പിന്നീടാണ് കാലക്രമേണ പലതരം അധ്യാപകരും മാറി മാറി വരികയും സ്കൂളിന് കുറേയധികം മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തത്. പിന്നീട് പ്രധാനമായിട്ടും ഞാൻ വേദിയിലിരുത്തി പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്. നമ്മുടെ മുരുകേഷ് സാറിൻ്റെ ആ ഒരു കാലഘട്ടത്താണ്, അല്ലെങ്കിൽ ആ സാറിൻ്റെ കാലഘട്ടത്തിന് തൊട്ട് മുമ്പ് നമ്മുടെ സ്കൂൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ വളരെ കുറവ് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ സമയത്ത് സർക്കാരാണെങ്കിൽ ഈ സ്കൂള് പൂട്ടിയിടാൻ തന്നെ തീരുമാനിച്ചു ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന അധ്യാപകർ കുറേയധികം പരിശ്രമിച്ചിട്ടാണ് കുട്ടികളെ കൊണ്ടുവരികയും വീണ്ടും പഴയ തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് വരികയും ചെയ്തത്. പിന്നീടാണ് ഒരു 2002-2005 കാലഘട്ടത്തിലേക്ക് നമ്മുടെ വേദിയിലിരിക്കുന്ന മുരുകേശ്വർ സാർ എത്തുകയും ആ സമയത്ത് ഒരു കൂട്ടായ്മയായിട്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടായി. കുറേയധികം വികസനങ്ങളുണ്ടായി.
നമ്മുടെ ഇവിടെ ഫ്രണ്ടിലുള്ള റോഡ് വന്നു, ഇവിടെ വൈദ്യുതി വന്നു. നമ്മൾ ആദ്യ കാലഘട്ടത്തെ ഈ സ്കൂളിന് ചുറ്റുമതിലുകളൊന്നും ഇല്ലായിരുന്നു. ചുറ്റുമതിൽ വന്നു, പിന്നെ നമ്മുടെ BRC കെട്ടിടം, പിന്നെ നമ്മുടെ താഴെ കാണുന്ന നേഴ്സറി അവർ ആ കാലഘട്ടത്താണ് വന്നത്. കാരണം ആ കാലഘട്ടത്ത് കുട്ടികളുടെ വളരെയധികം കുറവായത് കാരണം നമുക്കൊരു നേഴ്സറി വന്നു കഴിഞ്ഞാൽ കുറേയധികം കുട്ടികൾ നമ്മുടെ സ്കൂളിലേക്ക് വരും എന്നറിഞ്ഞുകൊണ്ട് നമ്മുടെ സർക്കാർ തലത്തിലുള്ള പല ആൾക്കാരുടെ സഹായത്തോടു കൂടി നമുക്ക് ഇവിടെ ഒരു നേഴ്സറി കെട്ടിടം വരികയും അങ്ങനെ കുറേയധികം മാറ്റങ്ങൾ വരികയും ചെയ്തു. പിന്നീട് ഇങ്ങോട്ട് പല അധ്യാപകർ മാറി വന്നാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് കാണുമ്പോൾ കുറേയധികം മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും, ഇല്ലേ? നമുക്ക് ചുറ്റുപാട് കുറേയധികം സ്കൂളുകളുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് മാറിക്കഴിഞ്ഞാൽ ഉണ്ടങ്കോട് സ്കൂളുണ്ട്, കോട്ടക്കുണ സ്കൂളുണ്ട്. ഈ കോട്ടക്കുണ സ്കൂളും ഉണ്ടങ്കോട് സ്കൂളും നമ്മൾ നേരത്തെ പറയുന്ന കാരക്കുണത്തുള്ള UPS ആയാലും ഹൈസ്കൂൾ ആയാലും ഇവരൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഈ സ്കൂളിൽ ഉണ്ടായിരുന്ന സമയത്ത് നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ വളർന്ന് പന്തലിക്കുകയും ചെയ്തു. ഇതിന് തൊട്ടടുത്ത് മറ്റുള്ള കുറേയധികം ഇംഗ്ലീഷ് സ്കൂളുകളും മറ്റുള്ള സ്കൂളുകളുമുണ്ട്. എന്നാൽ അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിനും നിരവധി മാറ്റങ്ങളുണ്ടായി, നിരവധി പ്രവർത്തനങ്ങളുണ്ടായി. കുറേയധികം 2-3 വർഷങ്ങളായിട്ടും നല്ല നല്ല പ്രവർത്തനങ്ങളാണ് നമ്മുടെ സ്കൂളിലേക്ക് നടക്കുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിൻ്റെ കഴിഞ്ഞ വർഷം നമ്മുടെ സർക്കാരിൽ നിന്ന് ചെറിയൊരു സഹായം കിട്ടുകയും നമ്മുടെ സ്കൂളിലെ കൊച്ചു കുട്ടികൾക്ക്, നേഴ്സറിയിലുള്ള കുട്ടികൾക്ക് ആ ഒരു ക്ലാസ് മുറികൾ നല്ല രീതിയിൽ ഒരുക്കാനുള്ള ഒരു സജ്ജീകരണം സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും സഹകരിച്ച് അതിന് നല്ല മോഡ് പിടിപ്പിക്കാൻ സാധിച്ചു. പിന്നെ ഈ വർഷം നമുക്ക് വർണ്ണക്കൂടാരം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് നമുക്ക് അനുവദിച്ച് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ കുട്ടികൾക്ക് വളരെ അനുയോജ്യമാവുന്ന രീതിയിൽ കളിച്ചുല്ലസിച്ച് പഠിക്കുക. അതായത് നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾ പഠിക്കാൻ വേണ്ടി നമ്മുടെ എല്ലാ കാര്യങ്ങളും തൊട്ട് അനുഭവിച്ച് വളരണമെന്നാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ കളിക്കാനാണെങ്കിലും പഠിക്കാനാണെങ്കിലും എഴുതാനാണെങ്കിലും വരയ്ക്കാനാണെങ്കിലും എല്ലാം അവരുടെ മുമ്പിലേക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിൽ ക്ലാസ് മുറികളെ ഒരുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് വർണ്ണക്കൂടാരം എന്ന ഒരു പദ്ധതി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ പദ്ധതി നമുക്കൊരു വലിയൊരു ധനസഹായം കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കത് നല്ല രീതിയിൽ പൂർത്തീകരിക്കുന്നതിന് നല്ലവരായ നാട്ടുകാരുടെ, നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആവശ്യമായിട്ട് വരും. ആ സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ പറയണമെന്നുണ്ട്, പക്ഷേ എന്താണെന്നറിയില്ല. ഇന്നത്തെ ദിവസം വാക്കുകളൊന്നും കിട്ടുന്നില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട അതിഥികൾ ഇരിക്കുന്നതുകൊണ്ടാകാം, കുട്ടികൾക്ക് പരിപാടി അവതരിപ്പിക്കണം എന്നുള്ള ഒരു ആശങ്ക ഉള്ളതുകൊണ്ടാകാം നമുക്കിവിടെ വിശിഷ്ടമായിട്ട് വിളിച്ചിരിക്കുന്ന അധ്യാപകരായാലും അതിഥികൾക്കായാലും പിന്നെ മറ്റുള്ള തിരക്കുകൾ ഉണ്ട് എന്ന് മനസ്സിൽ കിടന്ന് വെമ്പുന്നത് കൊണ്ടാകാം, എന്തോ അറിയത്തില്ല, ഇന്ന് വാക്കുകളൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല, ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒരിക്കൽ കൂടി നമ്മുടെ വേദിയിലേക്ക് ഇന്ന് നമ്മളെ വന്ന് ധന്യരാക്കിയ നമ്മുടെ മുൻ അധ്യാപകരെയും നമ്മുടെ പ്രധാന അധ്യാപകരെയും നമ്മുടെ വിശിഷ്ടാതിഥികൾക്കും നമ്മുടെ നാട്ടുകാർക്കും രക്ഷകർത്താക്കൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും പരിപാടി അവതരിപ്പിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ ഹാർദവമായ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നല്ല എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.